ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. നിങ്ങളിപ്പോൾ എപ്പോഴാണ് കാണുമെന്ന് അറിയില്ലല്ലോ, അപ്പോൾ ഇത് മൂന്നും എല്ലാം കൂടെ പറയാമെന്ന് വിചാരിച്ചു. മൊറോക്കോ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടത്. വേറൊന്നുമല്ല, നമ്മൾ എമ്പുരാൻ ഇറങ്ങി, എമ്പുരാൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, എപ്പോഴോ ഒരു ആളുകൾ പറയുന്നുണ്ടായിരുന്നു സിനിമയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നുള്ളത്. ആ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ചോദിച്ചത് അങ്ങ് ഡൽഹി വരെ എത്തി. ഇപ്പോൾ പല ഭാഗങ്ങളും സെൻസർ ചെയ്യലും ഒക്കെ ആയപ്പോൾ രാജ്യത്തിലെ വലിയ വലിയ രാഷ്ട്രീയക്കാർക്ക് വരെ സിനിമ എത്ര ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ മനസ്സിനെയും അവരുടെ കാര്യങ്ങളെയും എത്ര ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇനി കൂടുതലൊന്നും വേണ്ട എന്നുള്ള കാര്യത്തിൽ ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി എൻ്റെ ചോദ്യം അതല്ല, ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഇപ്പം ഞാൻ എമ്പുരാൻ എമ്പുരാൻ തന്നെ വീണ്ടും, പക്ഷേ എമ്പുരാൻ അല്ല എൻ്റെ ടോപ്പിക്ക്. എമ്പുരാൻ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ യു കെയിലാണ്. അപ്പോൾ യു കെ പോകുന്ന ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡും ഇല്ല, അപ്പോൾ ഞാനും കുട്ടിയും കൂടെ പോയിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് ഈ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് അണ്ടർ 18 കാണാൻ പറ്റില്ല, 18+ മൂവിയായിരുന്നു. അപ്പോൾ യു കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18+ മൂവീസ് നമുക്ക് കുട്ടികളെ വെച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്നൊരു മൂവിയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കന്ന് ഹസ്ബൻഡ് വീട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് കുട്ടീനായിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അവിടെ എത്തിയപ്പോൾ ഞാനും പിന്നെ വേറൊരാളും ഭയങ്കര പങ്ക്ച്വലായത് കാരണം ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയ സമയത്ത് അവിടെയുള്ള ആൾ പറഞ്ഞു, എൻട്രി സ്കാൻ ചെയ്യുന്ന ആൾ പറഞ്ഞു, കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ബെറ്റർ റീഫണ്ട് എടുത്ത് നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈശ്വര, ഞാനാണെങ്കിൽ ഫസ്റ്റ് ഷോയും ബുക്ക് ചെയ്യുകയും ചെയ്തു, ഇതിപ്പോൾ ഇനി വീട്ടിലെ കുട്ടി ആക്കാനും പറ്റില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ച് കുട്ടീനെ വീട്ടിലാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡിസ്കഷനിൽ ഇങ്ങനെ ഭയങ്കരമായി ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും, ഫസ്റ്റ് ഷോ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലോ നമ്മൾ. കഴിഞ്ഞ ആഴ്ച ഈ ദിവസത്തിൻ്റെ മുമ്പത്തെ ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെല്ലാവരും, എമ്പുരാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മലയാളീസ് കുറേ പേര് ഇങ്ങനെ കയറുന്നുണ്ട്, തിയേറ്ററിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരുടെ കയ്യിലും 2-3 കുട്ടികളും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ബാലവാടി പോലെ കുറേ പേര് കുട്ടികളായിട്ട് തന്നെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പോലെ തന്നെ, ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല, ഞാനും അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്കൊരു ചെറിയ പ്രതീക്ഷയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തിയേറ്റർ ഫുള്ള് ഓൾമോസ്റ്റ് ബുക്ക്ഡാണ്. അപ്പോൾ ഇതിലെല്ലാ കുട്ടികളും എല്ലാ പാരൻസും, അതായത് കുറച്ച് പേര് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫാമിലിയാണ്. ഫാമിലി പറയുമ്പോൾ 2 കുട്ടികളും 3 കുട്ടികളൊക്കെ ഉള്ള ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ പ്രതീക്ഷയിൽ ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, 1 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കി. കാരണം തിരിച്ചാരും വരുന്നതാണെങ്കിൽ ഞാൻ ചെന്നിട്ട് അയാളുടെ അടുത്ത് വീണ്ടും പോയപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞു, അതെ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ കയറിക്കോ, ഐ ആം സോറി എന്നൊക്കെ എന്നോട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 18+ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ സോറി പറയണമെന്ന് വിചാരിച്ച് ഞാൻ എന്താണെന്ന് നോക്കിയപ്പോൾ എല്ലാവരുടെ കയ്യിലും കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് റീഫണ്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ വീണ്ടും കാലിയായി പോകും. അപ്പോൾ നഷ്ടമാണല്ലോ. അപ്പോൾ പൈസയുടെ മേലെ പരുന്നും പറക്കില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ യു കെയിൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതല്ല ഇവിടുത്തെ വിഷയം. അങ്ങനെ ഞാൻ കുട്ടീനെ കൊണ്ട് തിയേറ്ററിൽ കയറി. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫസ്റ്റ് 20 മിനിറ്റ്സ് അറിയാലോ, അതിൻ്റെ ഇടയിൽ ഒരു റേപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പടത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ റേപ്പ് സീനാണ് ഏറ്റവും വയലൻ്റ് ആയ സീൻ. അത് ഞാൻ അവളുടെ മേൽ കണ്ണൊക്കെ പൊത്തിയിട്ട് നിർത്തി. ബാക്കി പക്ഷേ ത്രൂ ഔട്ട് നമ്മുടെ കയ്യിൽ ഗൺ ഷോട്ട്സും ഇങ്ങനത്തെ കാര്യങ്ങളുമാണ്. അപ്പോൾ 18+ എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. ചില കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബട്ട് എല്ലാ കുട്ടികളും അങ്ങനെയല്ല, എല്ലാ കുട്ടികളും സെൻസിറ്റീവ് ആവാവുന്ന കുട്ടികളുണ്ടായിരിക്കും. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കാറ്റഗറിയില്ല. അപ്പോൾ അവൾക്ക് ഇത് തീരെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അവൾ 3 മണിക്കൂറും വേറെ എന്തൊക്കെയൊക്കെയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ വെച്ചിരുന്നു. എന്നാലും സൗണ്ട് കൂടുതലാണ്. ഷി വാസ് ടോട്ടലി ഡിസ്റ്റർബ്ഡ് ഇൻ ദാറ്റ് എൻറ്റയർ 3 hours. എന്നിട്ട് എന്നോട് ഇതിൽ വെടിവെപ്പല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ പടം ആക്ച്വലി 18+ ആണെന്ന് മാത്രമല്ല, അങ്ങനെ പറയത്തക്ക വയലൻസ് എന്ന് പറഞ്ഞാൽ ഈ വെടി വയ്ക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് സീനും ഭയങ്കര ഹാർഡായിട്ടുണ്ട്, കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു. അപ്പോൾ ആ സീന് ഞാൻ അവളെ കാണിക്കുകയും ചെയ്തില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, ഇതിന് മുമ്പേ ഞാൻ ആലോചിച്ച ടോപ്പിക്കായിരുന്നു ഈ സിനിമയിലെ ഇപ്പോഴത്തെ വയലൻസിൻ്റെ ട്രെൻഡ്. ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, അപ്പോൾ എൻ്റെ കുട്ടി ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് അറിയാൻ പറ്റുന്നില്ല എത്രത്തോളം വയലൻസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. 18+ ആയിട്ടുള്ള മൂവീസ് പണ്ട് നമ്മൾ തിയേറ്ററിലൊക്കെ എല്ലാവരും കുട്ടികളെ കൊണ്ട് പോയിരുന്നു. ബിക്കോസ് എവറിത്തിങ് ഒരു ഒരു എബവ് ലെവലിൽ നമ്മൾ കാണിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് നൗ? ഞാൻ ജയിലർ എന്ന് പറഞ്ഞ മൂവി മുതലാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ജയിലർ എന്ന് പറഞ്ഞ മൂവി മുതൽ ശ്രദ്ധിക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരെ കൊല്ലുന്നൊക്കെ സൾഫ്യൂരിക് ആസിഡിൽ മുക്കിയിട്ടൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഒരു കെട്ടൊക്കെ പിടിച്ച് സൾഫ്യൂരിക് ആസിഡിലേക്ക് ഇങ്ങനെ മുക്കി കൊല്ലുകയാണ്. ഇത് പറഞ്ഞാൽ ഏതോ ഒരു നമ്മൾ ഈ പല്ലീനെയും പാറ്റേനെയൊക്കെ കൊല്ലുന്നു, മീൻസ് അങ്ങനത്തെ ചെറിയ ജന്തുക്കളെയൊക്കെ കൊല്ലാമെന്ന് അത്രയും ലാഘവത്തോടെ, അതും ലാഘവത്തോടെ ചെയ്യണം ഞാൻ പറയില്ല, പക്ഷെ എന്നാലും അത്രയും ലാഘവത്തോടെയാണ് മനുഷ്യന്മാരെ കൊല്ലുന്നത് ഇതിൽ കാണിക്കുന്നത്. ഇത് ഇത്രയും ചെറിയ കുട്ടികൾ കാണുമ്പോൾ ഞാൻ ആദ്യത്തെ എമ്പുരാൻ്റെ കാര്യം പറഞ്ഞ് റിലേറ്റ് ചെയ്യുകയാണ്. കാരണം ഇത്രയും വലിയ ഇമ്പാക്റ്റാണ് സിനിമ ഉണ്ടാക്കുന്നത് ഈ വലിയ ആൾക്കാർക്ക് തന്നെ.
അങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ വിജയിൻ്റെ മൂവി വന്നു, ലിയോ എന്തോ, അതിലും ഫസ്റ്റ് സീനിൽ മറ്റേ കോഫി ഷോപ്പിലെ സീനിലൊക്കെ വയലൻസ് ഭയങ്കരമായി കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല മൂവീസും ഞാൻ പിന്നെ പോയപ്പോൾ ഈ കുട്ടിയെ വെച്ച് പോയിട്ട് എനിക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കും കുട്ടീനെ മേടിച്ച് പോകാതിരുന്നാൽ പോരെ. അങ്ങനെയല്ല, നമ്മുടെ മുമ്പത്തെ പടങ്ങളിലൊന്നും ഇത്രയും വയലൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോകുമ്പോഴത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം വയലൻസ് ഇസ് നോട്ട് ദ പ്രോബ്ലം, ഡീറ്റെയിൽഡ് ആയിട്ട് വയലൻസ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ കത്തി വെച്ച് കീറുന്നതും അങ്ങനെ എല്ലാം ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ പോലും ഡിസ്റ്റർബ്ഡ് ആണ്. പല ആളുകളും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, പല ലൂസിഫറും എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് വരെ അങ്ങനെ ഇരിക്കുന്നത്. ചില ആളുകൾ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഈ കുട്ടികളെ പറ്റി നമ്മൾ എന്താ തിങ്ക് ചെയ്യാത്തത്? അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വയലൻസിനെ ഭയങ്കര നോർമലൈസ് ചെയ്യുകയാണ് ഇപ്പോൾ. അതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പ് ഇപ്പോൾ തീർച്ചയായും എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത് സിനിമ ഒരു 2 അവറിലെ സംഭവമാണ്, അത് കഴിഞ്ഞ് പോയാൽ പിന്നെ അത് ഓർമ്മ ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഈ വയലൻസ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് സ്ഥിരമായി തിയേറ്ററിൽ പോകുമ്പോൾ ഈ കുട്ടികൾ ഇത് കണ്ടിട്ട് അവർക്ക് ഇതൊക്കെ വളരെ സില്ലിയായി നോർമലായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. നാളെ ആൾക്കാരെ അടിക്കുമ്പോഴും കുത്തുമ്പോഴൊന്നും വലിയ സങ്കടം തോന്നില്ല. കാരണം നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അത് വളരെ സ്റ്റീൽ കേസാണ്. നമുക്കൊരു അടി കിട്ടുന്നത് വരെ, വേറൊരാളൊരു അടി നമുക്ക് തരുന്നതില്ല, നമുക്ക് ഈ അടിക്കുമ്പോൾ എന്താ വേദന നമുക്കറിയില്ല. അതുപോലെ തന്നെ അപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി, ക്രിമിനൽ വാസനകളൊക്കെ കൂട്ടുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വയലൻസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങനെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്നോട് കമൻറ്റ് സെക്ഷനിൽ പറയണം. ഇതിനെനിക്ക് എന്തോ സംസാരിക്കണം തോന്നി. കാരണം ഇത് കുട്ടികളെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല. എന്തിനാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നത്? ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് കുറേ പടങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. കാരണം കുറേ ഇപ്പോൾ വരുന്ന പടങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പല സ്ഥലങ്ങളിലും എന്തിനാണ് ഇങ്ങനത്തെ 18+ കണ്ടൻസ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നമ്മുടെ പ്രശ്നമാണോ, നമ്മൾ ഓഡിയൻസ് അങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണോ നിങ്ങൾ പറയാൻ പോണതോ എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊക്കെ ഒരു പടം എടുക്കുക എന്നുള്ളതാണോ അതിൻ്റെ ശരി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ എല്ലാവരും പറയും മാർക്കോ. ഞാൻ മാർക്കോനെ കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ ഇറങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഇൻ ദ വേൾഡ് എന്നൊക്കെ, ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻ കേരള എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നമ്മൾ കുട്ടീനെ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ നമ്മൾ പോയില്ല, ഞാൻ തന്നെ പോയില്ല. കാരണം എനിക്കത് കാണാൻ, വയലൻസ് അത്ര കാണാൻ താല്പര്യമുള്ള ഒരാളല്ല. അപ്പോൾ ഇത് വയലൻസ് കാണിക്കാൻ വേണ്ടിയാണ് പടം ഇറക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്തിനാണ് അത് കാണാൻ? നമുക്ക് ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്, അതിൻ്റെ ഓൾറെഡി ദേ സെഡ് ഇറ്റ്. അതൊരു നല്ല കാര്യമാണ്. കാരണം അവിടെ പോയിട്ട് അറിയുന്നതിനേക്കാൾ ഭേദം മുമ്പേ പറയുന്നതാണ്. അപ്പോൾ അതിനോട് എനിക്ക് പ്രോബ്ലം ഇല്ല. പക്ഷേ നമ്മൾ സാധാരണയായി ഇപ്പോൾ വിജയിൻ്റെ ആണെങ്കിലും ഫഹദ് ഫാസിലിൻ്റെ ആണെങ്കിലും ആരുടെയും കാണാൻ പോകുന്ന പടത്തിൽ ഒരു അളവിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വയലൻസ് അല്ലെങ്കിൽ സെക്സ് രംഗങ്ങളൊക്കെ കാണിക്കുന്നത് നല്ല കാര്യമാണോ ആ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് കുട്ടികളുടെ ഭാവി ജനറേഷനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു തോന്നൽ എനിക്ക് വന്നു. അത് ഞാൻ അപ്പോൾ പറഞ്ഞ വിചാരിച്ചാണ്. പക്ഷേ അപ്പോൾ എനിക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് ചിലപ്പോൾ ഫിലിം ഒരാൾ 2 അവർ മാത്രമേ കാണുന്നുണ്ടെങ്കിലോ അത് കഴിഞ്ഞ് ഇമ്പാക്റ്റ് ഇല്ലെങ്കിലോ എന്ന്. പക്ഷേ ഇപ്പോൾ എമ്പുരാൻ വന്നിറങ്ങിയപ്പോൾ മനസ്സിലായി എല്ലാവരും നല്ല എഫക്റ്റഡ് ആണെന്ന്. അപ്പോൾ കുട്ടികളെ നന്നായി എഫക്റ്റ് ചെയ്യില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം?